തങ്കയങ്കി ചാർത്തിയ ദീപാരാധനയ്ക്ക് ശേഷം സന്നിധാനത്തുണ്ടായ വലിയ തിരക്കാണ് അപകടത്തിന് കാരണമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തിരക്കിനിടയിൽ മാളിയപ്പുറം ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് തകർന്നു. ഇതിനെ തുടർന്ന് വരുന്നിരുന്ന അയ്യപ്പന്മാർ താഴെ വീഴുകയും തിരക്കിൽ അയ്യപ്പന്മാർക്ക് ചവിട്ടേൽക്കുകയുമായിരുന്നു. ആ സമയത്ത് 9 പോലീസുകാർ മാത്രമാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സന്നിധാനത്തിന്റെ ചുമതലയുള്ള IG ശ്രീജിത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 100 മീറ്ററിനകത്ത് 71 പോലീസ് ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ ഉള്ള ഡിപ്ലോയ്മെന്റ്, ഹെവി ഡിപ്ലോയ്മെന്റ് ആണിത്. മാത്രമല്ല ഈ പ്രസ്തുത സ്പോട്ടിൽ തന്നെ 9 പോലീസുകാരുണ്ടായിരുന്നു. ഈ 9 പോലീസുകാരുടെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം അവിടെ ഒഴിവായത്. അപകടത്തിന് കാരണം പോലീസിന്റെ വീഴ്ചയിലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം അധികൃതരുടെയും അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. 71 പോലീസുകാർ ആ പറയുന്നതായിട്ടുള്ള ഏരിയയിലാകെ വിന്യസിച്ചിട്ടുണ്ട്. 700 പേരെ വിന്യസിച്ചാൽ ഭക്തർക്ക് നടക്കണ്ടേ അതുവഴി? ഇവിടെ 1300 പോലീസുകാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രാപകൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തിനാണ് കാണാതിരിക്കുന്നത്? അതേസമയം ബാരിക്കേഡ് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കത്ത് നൽകിയിരുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും പ്രതികരിച്ചു. അപകടത്തെ തുടർന്ന് ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രതികരണങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മകരവിളക്കിന്റെ തിരക്ക് മുൻകൂട്ടി കണ്ട് വേണ്ട മുൻകരുതലെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ ശ്രീജിത്ത് മരിയാപുരത്തിനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.